ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഭൂമിയിലെ തന്നെ സ്വർഗമായ കാശ്മീരിലെ ഹൃദയഭാഗത്തായ ശ്രീനഗറിലാണ്. അപ്പോൾ ശ്രീനഗറിൽ നമ്മൾ ഹോം സ്റ്റേയിൽ ഇന്നലെ രാത്രി എത്തി, 9 മണി ആ സമയമാകുമ്പോൾ ഹോം സ്റ്റേയിലെത്തി. നേരെ കിടന്നുറങ്ങി, ഇപ്പോഴാണ് എണീച്ചത്. ഇനി നമുക്ക് റെസ്റ്റിംഗ് ഡേ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബിയോണ്ട് ദി ഫാസ്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന അപ്സർ ഹെറിറ്റേജ് വില്ലയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുറത്ത് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്. ഇവിടെ നമുക്കിരുന്ന് കഥാക്കാനും ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ പുറത്തുള്ളത്. ഇവിടെ രാത്രി വേറെ എന്നൊരു വൈബാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു വൈബാണ്. അപ്പം അങ്ങ് ദൂരെ മഞ്ഞുമലകളുണ്ട്. ഇത് വലിയ വീടാണ്. മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 3 റൂംസാണ്. അതിൽ 2 ഡബിൾ ബെഡ്, 1 ട്രിപ്പിൾ ബെഡ്, അങ്ങനെ ആയിട്ടാണ് വരുന്നുള്ളത്. ഇതാണ് ഹോം സ്റ്റേൻ്റെ ബാക്ക് സൈഡ്. ദൂരെ മഞ്ഞുമലകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ആരൊക്കെയോ സ്റ്റേ ചെയ്യുന്നുണ്ട്, ആരൊക്കെയൊന്നും അറിയില്ല. ഇതൊക്കെ നമ്മളെ ബാക്ക് സൈഡാണ്. ഇതൊരു ഹർവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഒരു വില്ലേജിലാണുള്ളത്. ദാൽ ലേക്കിൻ്റെ ദാൽ ഗേറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. ഇത് പിന്നൊരു സൈഡ്, ഇവിടെയാണ് നമ്മളെടുത്ത സ്റ്റാഫ് എന്ത് ചെയ്യുന്നുള്ളത്, സ്റ്റേ ചെയ്യുന്നുള്ളത്. ഇതാണ് അലിബായ്, ഇവിടുത്തെ സ്റ്റാഫ്. ഇത് പിന്നൊരു സൈഡാണ്. അപ്പോൾ സീനു പുറത്തിറങ്ങിയിട്ടുണ്ട്. സീനുക്ക് കഴിഞ്ഞില്ല, എന്തെങ്കിലും പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തിറങ്ങിയ. അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് സ്പേസാണ്. സോഫയും ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ടി വി ഉണ്ട്, ഒരു വലിയ ടി വി ഉണ്ട്. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ്. അവിടെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുലിയുണ്ട്, പുലി. പിന്നെ ആപ്പിൾ മരത്തിൽ ആപ്പിൾ പിടിച്ചിട്ടുണ്ട്, ആപ്പിൾ. പിന്നെ നല്ല ഒരു ടീ പോയിന്റ്, ഫുൾ ചുറ്റും 4 ചെയർസ് ഉണ്ട്. ഇതാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ ഡൈനിങ് സ്പേസാണ്, ഫുൾ ലൈറ്റിങ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഷോക്കേസ് പോലത്തെ സ്പേസാണ്. ഇവിടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ബേസൺ ഉണ്ട്. പിന്നെ ആദ്യത്തെ റൂം, താഴത്തെ റൂം ഇവിടെയാണ് വരുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് തന്നിട്ടുള്ള മേലത്തെ 2 റൂമാണ്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഇതിലും കൂടി എന്ത് വരുന്നുണ്ട്, ഡോറ് വരുന്നുണ്ട്. എല്ലായിടത്തും എടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ലൈറ്റിംഗ് ആയിട്ടില്ല, ഫുൾ സെറ്റാണ്. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. എവിടെ പോയാലും നല്ല ലൈറ്റാണ്. ഇനി സ്റ്റെയർ കേസ് കയറി മേലെ പോവാം. അസ്കർ നല്ല റൂമിലേക്ക് പോകുന്നുണ്ട് കളൻ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ റൂം വരുന്നുള്ളത് ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഇവിടെയും. സ്വിച്ച് ബോർഡൊക്കെ ഫുൾ സെറ്റാണ്, ചിനാർ ലീഫിൻ്റെ ആ ഒരു ഡിസൈൻ. പിന്നെ ഇവിടെ നല്ലൊരു മിററുണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ റൂം. ഞാനും സിനു ഇവിടെയാണ്. സിനു ഉറക്കാന്ന് ഫുൾ ടൈം, നോമ്പ് നോക്കാണ്ട്. നമ്മൾ കാക്കട്രെയിൻ. പിന്നെ നല്ലൊരു കബ്ബോർഡ്. മനസ്സിലാ. പിന്നെ ഇവിടെ ഇതുണ്ട്, എന്തുണ്ട്, കശ്മീരി ക്രാഫ്റ്റ് ആർട്ട് ഉണ്ട്. പ്ലേറ്റിലേക്ക് എന്തോ ആക്കിയിട്ട് വെച്ചതാണ്. വെറുതെ അഭിനയോ, ഫുൾ ടൈം ബെഡ് നനയ്ക്കുന്നില്ല.
പിന്നെ ടി വിയിൽ നമ്മളെ ലോഗോ ഉണ്ട്, ബിയോണ്ട് ദി ഫാസ്റ്റിൻ്റെ. ഹീറ്റർ ഉണ്ട്, ഹീറ്ററിന്ന് ഫുൾ ചൂടാക്കുന്നുണ്ട് കൈ. പിന്നെ ഇവിടെ 2 ചെയർ, ഒരു ടീപ്പോയി, ഇവിടെ ഒരു സോഫ, പിന്നെ അവിടെ നല്ല ഇതുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ആൻസറാ തുറന്നാൽ പുറത്തത്തെ ഗാർഡൻ കാണാൻ പറ്റും. പിന്നെ നല്ല മഞ്ഞുമലകൾ, രാവിലെ ഫുള്ള് മഞ്ഞുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞുകൊണ്ടൊന്ന്. ഇതാണ് വ്യൂ. കശ്മീരി ഗ്രാമത്തിലെ വീടുകൾ കാണാൻ പറ്റും. ദെൻ മല, രാവിലെ ഫുൾ മല ഉണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു, ഇപ്പോൾ മഞ്ഞൊക്കെ പോയി. അങ്ങനെ ഇതാണ് ഫസ്റ്റത്തെ റൂം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും പോയാലും ലൈറ്റ് ഉണ്ട്, ഫുൾ ലൈറ്റിങ്സിലാണ് ഇവരെ കളി. അപ്പോൾ ഇത് 2ാമത്തെ ജനലാണ്. ഇതിൽ കൂടി നോക്കിയാലും മല കാണാൻ പറ്റും. ഇനി വാഷ്റൂമിലേക്ക് ഡോറുണ്ട്. ഡോർ തുറന്ന് നേരെ ഇറങ്ങിയാൽ ഇങ്ങനത്തെ ഒരു സ്പേസാണ്. ഒരു മിററും ചെറിയൊരു കബോർഡും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നേരെ വീണ്ടും എന്താണ് വിൻഡോ ഉണ്ട്. വിൻഡോയിൽ നല്ല വ്യൂ ആണ്, ഫ്ലവർ ഉണ്ട്. പിന്നെ ബാത്റൂമിലേക്ക് പോവാം. യെസ്, കയറി വരുമ്പോൾ തന്നെ മിററ്, ഇവിടെയും ലൈറ്റ്, നല്ലൊരു ബേസൺ, ദെൻ ബാത്ത് ടബ്. ഇതാണ് ഈ റൂമിലുള്ളത്. ഇനി അടുത്ത റൂമിൽ പോവാം, നമ്മളെ കൂറൻ്റെ റൂമിലേക്ക് പോവാം. കൂറ റൂം കാണിച്ചു കൊടുക്ക്. മിറർ മേലെ ഒരു 3 റൂമുണ്ട് മാത്രം, അവിടെ ഫുള്ള് സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ കൂറൻ റൂമിലേക്ക് കയറും. യെസ്, കുറേ കയറി വരുമ്പോൾ തന്നെ TV, ഹീറ്റർ, ബെഡ്, കുറെല്ലാം കാണിച്ചു കൊടുക്ക്. ഇവിടുത്തെ വ്യൂ അമേസിങ്. ഇവിടുത്തെ മഞ്ഞുമലയിൽ എന്തുണ്ട്, മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല വീട്. നേരെ കൂറൻ്റെ ഒളി താമസം. ഇതിൻ്റെ അകത്ത് തന്നെ വേറെ റൂം കൂടിയുണ്ട്. ഇവിടെ ചെറിയൊരു ബെഡാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ നേരെ പുതിയ പേരെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പോരെന്ന് വെച്ചാല് നമ്മൾ നോർമൽ നാട്ടിലത്തെ നമ്മൾ ഇന്ത്യൻ ആർക്കിടെക്റ്റ് അല്ല, വേറെ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. ഫുൾ എവിടെ നോക്കിയാലും യൂറോപ്യൻ സ്റ്റൈലാണ്. അത് ഭയങ്കര രസമാണ്. കാശ്മീരിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു ഇതാണ്, മെയിൻ ഫാക്ടർ അതാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, മിറർ ഉണ്ട്, കാണുന്നില്ല ഒന്നും വന്നാലും. എല്ലാ സ്വിച്ച് ബോർഡും ചിനാർ ലീഫിൻ്റെ ഒരിതാണ്. പിന്നെ അസ്കറുണ്ട് മെയിൻ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയും വലിയൊരു കബ്ബോർഡ് ഉണ്ട്, എവിടെ പോയാലും ലൈറ്റ് ഉണ്ട്. വീണ്ടും വ്യൂ, ദെൻ ബാക്കിൽ ദെൻ വാഷ്റൂം കാണിച്ചാൽ അവിടുത്തെ പോലെ തന്നെ മാത്രം എന്തുണ്ട്, വലിയ മിററുണ്ട്, ബാത്ത് ടബില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ക്ലോസറ്റിൽ ഇരുന്നാൽ നല്ല വ്യൂ. വാ, മഞ്ഞുമല കണ്ട് ഇവിടെ ഇരിക്കാം, ആസ്വദിച്ച് നല്ല വ്യൂ കണ്ട് ഇതാക്കാം. ഇനി ഈ റൂമിൻ്റെ പുറത്തിറങ്ങിയാൽ വേറൊരു കോമൺ സ്പേസും കൂടിയുണ്ട്. ഇവിടെ സെറ്റാണ്, സോഫാസും കാര്യങ്ങളൊക്കെ, ക്രാഫ്റ്റ്, ഫ്ലവർ എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഹോം സ്റ്റേൻ്റെ ഇത് വരുന്നുള്ളത്. ഒളിച്ചതിര കുറെല്ലാം ഒളിച്ചതിരുണ്ടായി ഗൈസ്. നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ്. സിനു ഡബിൾ സോക്സ് എല്ലാം ഇടുന്നുണ്ട്. ജയിലിൽ നിന്ന് അസ്കർ ഇറങ്ങി. ഇതാണ് നമ്മളെ റൂമിൻ്റെ പുറത്ത് വരുന്നുള്ളത്. കശ്മീരി ഗ്രാമമാണ്, പക്ക ഗ്രാമത്തിനകത്താണ് നമ്മളുള്ളത്. ഊബർ ഓലി ഇവിടെ വരുന്നില്ല, ഊബറാട്ട് നോവാട്ട് ഒന്നും വരുന്നില്ല. ഹോം ടൂറിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി
കശ്മീരി വിശേഷങ്ങളുമായിട്ട് നോമ്പുറവും ബാക്കി കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.